ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 60 മുതൽ 69 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു പരാമർശം, ഒരു ഗുരുനാഥൻ്റെ ഹൃദയത്തിൽ ഏറ്റവും നനുത്ത ഭാവങ്ങളെ വിരിയിക്കാൻ ഒരു ശിഷ്യന് സാധിക്കുന്നതിൻ്റെ സുന്ദരമായ ഒരു പരാമർശമാണ് നമ്മളിവിടെ കാണുക. കർത്താവിൻ്റെ വചന പ്രഘോഷണ യാത്രയിൽ നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ്. ഈശോയെ മനസ്സിലാക്കാനും അവിടുന്ന് പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാനും സാധിച്ചവർ വളരെ കുറവായിരുന്നു. കാരണം അവിടുന്ന് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കും. വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നത് വരെ ദൈവത്തമ്പുരാൻ പറയുന്ന പല കാര്യങ്ങളും അഗ്രാഹ്യമായിട്ടാണ് അവിടുത്തെ ശിഷ്യന്മാർക്ക് പോലും അനുഭവപ്പെട്ടത്. അത് പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നോണം യേശുനാഥൻ്റെ കടന്നുവരവ്, അവന് ശേഷം വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ കൂടുതൽ വെളിവായി കിട്ടും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകാനായിട്ട് എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോ പറഞ്ഞ പല കാര്യങ്ങളും ജനത്തിന് മനസ്സിലായിട്ടില്ല, ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും അവിടുന്ന് വൈകുന്നേരങ്ങളിൽ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ വചനത്തിൻ്റെ പല ദുരൂഹതകളും അവരുടെ മുമ്പിൽ അവിടുന്ന് അനാവരണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ കാണുന്ന ജനം കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമാണ് എന്ന് പറഞ്ഞ് അവനെ വിട്ടുപോകുന്നതാണ്. ഒരുപാട് പേര് തൻ്റെ പക്കൽ നിന്ന് ഓടിയകന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? അതിന് പത്രോസ് കൊടുത്ത സുന്ദരമായ മറുപടിയാണ് ഈ ദിവസത്തിൻ്റെ മുഖ്യ പ്രമേയം. കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. കടന്നുപോയ ഗവൺമെൻറ് മാധ്യമങ്ങളിലൂടെയും ഫോൾഡറിലൂടെയും ഒക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, മറ്റാരുണ്ട് ഞങ്ങളല്ലാതെ. ഇവിടെയും ഈശോയുടെ ശിഷ്യന്മാർ തിരിച്ചറിയുന്ന വലിയൊരു യാഥാർത്ഥ്യമാണത്. മറ്റാരുണ്ട് ഞങ്ങൾക്ക് അഭയം ഗമിക്കാൻ? മറ്റാരുണ്ട് ഞങ്ങളെ കൈപിടിച്ച് നടത്താൻ? മറ്റെവിടേക്കാണ് ഞങ്ങൾ പോവുക? കാരണം തിരിച്ചറിഞ്ഞ നിത്യജീവൻ്റെ വചസ്സുകൾ നിന്റെ പക്കൽ മാത്രമാണ്. ഇത് ഒരു ശിഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും സ്നേഹപൂർവമായ ഒരു പരാമർശമാണ്. പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കൊക്കെ ഈശോയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈശോയിൽ നിന്ന് ഓടിയകലാൻ മനഃപൂർവ്വം ആരും പരിശ്രമിച്ചിട്ടില്ല. അവിടുത്തെ അരുമ ശിഷ്യന്മാരെപ്പോഴും അവിടുത്തെ ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷേ പ്രകൃതിയുടെ ചില സാഹചര്യങ്ങൾ, വചനത്തിൻ്റെ ചില ആഭിമുഖ്യങ്ങൾ, ദൈവത്തിൻ്റെ ചില പദ്ധതികൾ അവരെ പലപ്പോഴും ആ സ്നേഹവലയത്തിൻ്റെ ഇഴയടുപ്പത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഈശോയെ തള്ളിപ്പറയുമെന്ന് പ്രതീക്ഷിക്കാത്ത, എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഹൃദയം കൊണ്ട് പലയാവർത്തി ഏറ്റുപറഞ്ഞ പത്രോസിന് 3 വട്ടം അവിടുത്തെ തള്ളിപ്പറയേണ്ടി വന്നു. യൂദാസ് പോലും ഈശോയെ ഒറ്റിക്കൊടുത്തത് അവിടുത്തെയോടുള്ള വൈരാഗ്യം കൊണ്ടോ പിണക്കം കൊണ്ടോ ഒന്നുമല്ല. ഈശോ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് ഇതിനു മുമ്പും പലവട്ടം തന്നെ പിടിച്ചു കെട്ടാനും ഉന്തിത്തള്ളി മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാനൊക്കെ ശ്രമിച്ച സാഹചര്യങ്ങളിലൊക്കെ അവിടെ നിന്ന് വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു പോയതിൻ്റെ കഥകൾ യൂദാസിൻ്റെ ഓർമ്മയിലും തെളിഞ്ഞു നിന്നിട്ടുണ്ടാകും. കർത്താവ് രക്ഷപ്പെട്ടു വരും എന്നുള്ള വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടുത്തെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി വിധിച്ചപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നാണയക്കിഴിയുമായിട്ട് അവൻ പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കിലേക്ക് ഓടുന്നത്.
എനിക്ക് എൻ്റെ തമ്പുരാനെ തിരിച്ചതാ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഈ ശിഷ്യന്മാരെല്ലാം ഈശോയെ ഒരുപാട് സ്നേഹിച്ചു. ഒരുപക്ഷെ ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഈശോയെ പിടിച്ച് ബന്ധിച്ച് കൊണ്ടുപോകുമ്പോൾ അവർ പലരും ഓടി അകലുന്നുണ്ട്. ഇതൊക്കെ സത്യങ്ങളായിരിക്കാം. പക്ഷേ ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവരൊക്കെ ഒന്നിനൊന്നിന് മെച്ചമാണ്. നമ്മുടെ തോമാശ്ലീഹ എന്തുകൊണ്ടാണ് പുതുഞായറാഴ്ച അവനെ കാണണമെന്ന് വാശി പിടിച്ചത്? ഈശോ അവൻ്റെ മുമ്പിൽ വന്നില്ലേ? പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം അറിഞ്ഞ് സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു ഈ 13 പേരുടേത്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു, എല്ലാവരും ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ തിരിച്ചറിവിൽ നിന്നാണല്ലോ ഈശോനാഥൻ കടൽ തീരത്ത് വെച്ച് ശിമയോൻ പത്രോസിനോട് ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ എന്ന് പറയുമ്പോൾ വിതുമ്പി കരയുന്നുണ്ടാകും പത്രോസ്. ഗുരുനാഥനെ ഒന്ന് തള്ളിപ്പറഞ്ഞതിൻ്റെ നൊമ്പര കോഴി കൂവിയപ്പോൾ കേട്ട പത്രോസ് മനംനൊന്ത് കരയുന്നത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഈശോയോടുണ്ടായിരുന്ന ആ കമ്മിറ്റ്മെൻറ്റ്, ആ സ്നേഹത്തിൻ്റെ ആർദ്രത, അത് നമുക്കുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനുള്ള അവസരമാണ് നമുക്ക് ഈ ഞായറാഴ്ച. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എത്രമേൽ വലുതാണ്. മഗ്ദല മറിയം ഉദ്ധിതനായ തമ്പുരാനെ കണ്ടപ്പോൾ അവൻ തോട്ടക്കാരനാണ് എന്ന് സംശയിച്ചിട്ട്, നീ എവിടാണ് അവനെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. മരിച്ച തമ്പുരാനെ കുറിച്ചാണ് പറയണേ. അവൻ ഉദ്ധിതനാകുമെന്ന പ്രതീക്ഷയോ വിശ്വാസമോ ഒന്നും ഒരുപക്ഷെ കൈമുതലായിട്ടില്ലാത്ത ഈ മഗ്ദല മറിയത്തിന് അവൻ്റെ മൃതദേഹം അതൊന്ന് പൂജിച്ചുകൊണ്ട് അടുത്തിരുന്നാൽ മതി എന്ന ചിന്തയാണ്. നമുക്കും ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ, എൻ്റെ തമ്പുരാൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ സുഖം, ഉപവസിക്കുന്നതിൻ്റെ സുഖം, അത് ഏറ്റെടുക്കുമ്പോൾ ദൈവം നമ്മളെ ഒരുപാട് വളർത്തുമെന്നും ഉയർത്തുമെന്നും അനുഗ്രഹിക്കുമെന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എൻ്റെയും നിങ്ങളുടെയും കമ്മിറ്റ്മെൻറ്റിൽ ഈ ആർദ്രത ഉണ്ടോ? എൻ്റെ ഈശോ എന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വികാരം രൂപക്കൊള്ളുന്നുണ്ടോ? ഈശോ എൻ്റെ ഒരു അവകാശമാണ് എന്ന്, ഈശോ എൻ്റെ ഒരു വികാരമാണ് എന്ന് കരുതാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? എൻ്റെ തമ്പുരാനെക്കുറിച്ച് ആരെങ്കിലും മോശമായ ഒരു പരാമർശം നടത്തിയാൽ നിൻ്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരം ഉണ്ടാകാറുണ്ടോ? വേദന ഉണ്ടാകാറുണ്ടോ? ഈശോയെ ചേർത്ത് പിടിക്കുന്നതിൽ നീ വ്യഗ്രത കാണിക്കണം. ഈശോയെ സ്വന്തമാക്കുന്നതിലും അവൻ്റെ സ്വന്തമായി തീരുന്നതിലും അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് അവനോട് ചേർന്ന് അവൻ്റെ ഒരു വലയത്തിനുള്ളിൽ ജീവിക്കുന്നതിൻ്റെ സുഖം. ഈശോ രൂപാന്തരപ്പെട്ട മലയുടെ മുകളിൽ വെച്ച് പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, പിന്നൊന്ന് നിനക്ക്. ഞങ്ങൾ 3 പേര്, ഞാനും യോഹന്നാനും യാക്കോബും കൂടെയുണ്ട്. ഞങ്ങൾക്ക് കുടീരങ്ങൾ പണിയാൻ ആഗ്രഹമില്ല. കാരണം എന്തേ? ഞങ്ങൾ തമ്പുരാൻ്റെ ആലയിൽ ഒരു ചാക്ക് വിരിച്ചിട്ടോ ഒരു പാ വിരിച്ചിട്ടോ നിലത്ത് കിടന്നോളാം. നിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിശേഷം, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ, അങ്ങനെ ഒരു സാക്ഷ്യം എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകട്ടെ. തമ്പുരാന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നൊരു രീതിയല്ല നമുക്ക് വേണ്ടത്. തമ്പുരാനെ മുറുകെ പിടിക്കുന്നതിൽ അഭിമാനിക്കുന്ന, തമ്പുരാനോട് ചേർന്നിരിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കുന്ന നന്മ നിറഞ്ഞ വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ കടന്നു വരണമേ എന്ന വെളിപാട് ഗ്രന്ഥകാരൻ്റെ പ്രാർത്ഥനയോടെ വീണ്ടും വരണമേ എന്ന്, കൂടെ വസിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാകാം നമുക്ക്. ഈശോയുടെ കൂടെ വസിക്കുമ്പോൾ നമുക്കെന്തോ വലിയ അനുഗ്രഹങ്ങൾ. ഇഫ് ജീസസ് ഈസ് വിത്ത് മീ, ഐ ആം പവർഫുൾ ഇനഫ്. വിത്ത് ജീസസ് ഐ ആം എ ഹീറോ ആൻഡ് വിതൗട്ട് ജീസസ് ഐ ആം എ സീറോ. ഇതൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നന്മകളുടെ
ആൾരൂപങ്ങളായി മാറാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരാൻ മാറും. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടലാണ് എനിക്കും നിങ്ങൾക്കും കരണീയം. ഈശോയുടെ കരുണാർദ്ര സ്നേഹം അവിടുന്ന് തൻ്റെ ചുറ്റുമുള്ള ജനത്തിന് പങ്കുവെച്ചെങ്കിൽ, ആ കരുണാർദ്ര സ്നേഹത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുവെങ്കിൽ, ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ ആ വഴിക്ക് എൻ്റെ തമ്പുരാൻ്റെ സ്വന്തമാകുന്നതിനുള്ള വലിയ സന്തോഷം, കൃപയുടെ അനുഗ്രഹം മാറി നമ്മുടെ മേൽ വർഷിച്ച് അവിടുന്ന് അതിന് മറുപടി നൽകും. ആഗ്രഹത്തോടെ അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.